നമ്മുടെ ജീവിതത്തിൽ ചില ആളുകളുണ്ട്, നമ്മൾ എത്ര ശ്രമിച്ചാലും എത്ര തിരക്കുകളിലായാലും പെട്ടെന്നൊരു നിമിഷം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ചില മുഖങ്ങൾ. ചിലപ്പോൾ ആലോചിക്കാറില്ലേ, എന്തിനാണ് ഞാൻ ഇപ്പോഴും ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന്. അവർ നിങ്ങളെ വേദനിപ്പിച്ചവരാകാം, അല്ലെങ്കിൽ ജീവന് തുല്യം സ്നേഹിച്ചവരാകാം. നമ്മുടെ ചാനലിലെ ഒരു ഷോർട്സിന് നിങ്ങൾ നൽകിയ കമൻറ്റുകളിൽ ഭൂരിഭാഗവും ഈ ചോദ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരാളെ നമുക്ക് മറക്കാൻ കഴിയാത്തതിന് പിന്നിലെ വിചിത്രമായ 10 മനഃശാസ്ത്രപരമായ കാരണങ്ങൾ നമുക്കിന്ന് വിശദമായി നോക്കാം. ഇതിൽ 8ാമത്തെ പോയിന്റ് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അതിൽ ഫസ്റ്റ് ഫാക്റ്റാണ് പൂർത്തിയാകാത്ത കഥകൾ. നമ്മുടെ തലച്ചോറിന് പൂർത്തിയായ കാര്യങ്ങളെക്കാൾ പകുതി വെച്ച് നിന്നുപോയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ എളുപ്പമാണ്. ആ വ്യക്തിയുമായി നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്ലാനുകളും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അതൊന്നും നടക്കാതെ പെട്ടെന്ന് ആ ബന്ധം അവസാനിച്ചു കാണും. ഈ പൂർത്തിയാവാത്ത അവസ്ഥ നിങ്ങളുടെ മനസ്സിനെ ആ വ്യക്തിയിലേക്ക് വീണ്ടും വീണ്ടും എത്തിക്കുന്നു. അതായത് നമ്മൾ ആ വ്യക്തിയുടെ കൂടെ കുറേ ഡ്രീംസ് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അവിടെ പോവാം, ഇവിടെ പോവാം എന്നൊക്കെ. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. അതൊക്കെ നമ്മുടെ പൂർത്തിയാവാത്ത ഡ്രീംസാണ്. സോ നമ്മളെപ്പോഴും അതിനെപ്പറ്റി ഡ്രീം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, മറക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ ഓർക്കുന്നു. അതായത് ഒരു റീബൗണ്ട് എഫക്റ്റാണ് ഇവിടെ നടക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങളൊരു വെള്ള ആനയെക്കുറിച്ച് ചിന്തിക്കരുത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ആദ്യം വരുന്നത് ആ ആനയുടെ ചിത്രം തന്നെയായിരിക്കും. അതുപോലെ തന്നെയാണ് ഓർമ്മകളും. എനിക്ക് അയാളെ മറക്കണം എന്ന് നിങ്ങൾ എത്രത്തോളം വാശി പിടിക്കുന്നുവോ അത്രത്തോളം ആ വ്യക്തി നിങ്ങളുടെ ചിന്തകളിൽ നിറഞ്ഞു നിൽക്കും. അതായത് നമ്മൾ മറക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ ഓർമ്മകൾ നമ്മളിലേക്ക് വരികയാണ് ചെയ്യുക. അത് നമുക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ്. സോ അതാണ് നെക്സ്റ്റ് പോയിന്റ്. ഇനി അടുത്ത തേർഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അവർ നിങ്ങളെ ഓർക്കുന്നുണ്ടാകുമോ എന്ന്. അതായത് നമ്മളെപ്പോഴും ചിന്തിക്കില്ലേ, നമ്മളവരെ ആലോചിക്കുന്ന പോലെ അവർ നമ്മളെ ആലോചിക്കുന്നുണ്ടാകുമെന്ന് നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഇതാണ് മ്യൂച്വൽ എനർജി. ചിലർ വിശ്വസിക്കുന്നത് ഒരാൾ നിങ്ങളെ വല്ലാതെ ഓർക്കുമ്പോഴാണ് നിങ്ങൾക്ക് അവരെക്കുറിച്ച് ചിന്ത വരുന്നത് എന്നാണ്. അതായത് ഒരാൾ നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് നമുക്കും അതിനെക്കുറിച്ച് ചിന്ത വരുന്നതെന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. ഇതിനെ മനഃശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ, നമ്മൾ ഒരാളുമായി മാനസികമായി വല്ലാതെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സ്, അതായത് സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും അവരുമായി കണക്റ്റഡ് ആയിരിക്കും. ആ ബോണ്ട് അത്രയും ക്ലോസ് ആണെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും അവരുമായി കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ടാണ് പെട്ടെന്നൊരു കാരണവും ഇല്ലാതെ അവരുടെ ഓർമ്മകൾ നമുക്ക് വരുന്നത്. ഫോർത്ത് പോയിന്റാണ് നൊസ്റ്റാൾജിയ ട്രാപ്പ്. അതായത് നമ്മുടെ മനസ്സ് പഴയ കാര്യങ്ങൾ എപ്പോഴും പെയിന്റ് ചെയ്ത് ഭംഗിയുള്ളതാക്കി വെക്കും. ആ വ്യക്തി നിങ്ങളെ എത്രത്തോളം കരയിപ്പിച്ചു എന്നത് മനസ്സ് ബോധപൂർവം മറക്കും. പകരം അവർ നൽകിയ പഴയ സന്തോഷ നിമിഷങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഇത് നിങ്ങളെ പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു പോകാൻ പ്രേരിപ്പിക്കും. നമ്മൾ എപ്പോഴും ഒരു വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവരെ കൂടെ ഉണ്ടായിരുന്ന സന്തോഷ നിമിഷങ്ങളാണ് ആലോചിക്കൽ. നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നതൊന്നും ആരും ആലോചിക്കലുണ്ടാവില്ല. സോ നമുക്ക് ആ പഴയ നിമിഷങ്ങളെല്ലാം ഒന്നുകൂടി കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആലോചിക്കും. അതാണ് നൊസ്റ്റാൾജിയ ട്രാപ്പ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 5ാമത്തെ പോയിന്റാണ് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം. ഇന്നത്തെ കാലത്ത് ഒരാളെ മറക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണം തന്നെ സോഷ്യൽ മീഡിയയാണ്. അവരുടെ ഒരു ഫോട്ടോയോ സ്റ്റാറ്റസോ കണ്ട് നിങ്ങളുടെ ഉള്ളിലെ പഴയ വികാരങ്ങളെ വീണ്ടും തട്ടി ഉണർത്തും. സോ നമ്മൾ അവരെക്കുറിച്ച് വീണ്ടും ചിന്തിച്ചുകൊണ്ടേയിരിക്കും. കണ്ണിന് മുന്നിൽ കാണുന്ന കാര്യങ്ങൾ മറക്കാൻ എപ്പോഴും നമുക്ക് പ്രയാസമാണല്ലേ. 6ാമത്തെ പോയിന്റാണ് ലോൺലിനെസ്. നിങ്ങളിപ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ശൂന്യത നികത്താൻ മനസ്സ് പഴയ നല്ല ഓർമ്മകളെ കൂട്ടുപിടിക്കും. നിങ്ങൾക്ക് പുതിയ സുഹൃത്തുക്കളോ ലക്ഷ്യങ്ങളോ ഇല്ലാത്തപ്പോൾ പഴയ ആളുകൾ നിങ്ങളുടെ ചിന്തകളിൽ രാജാവായി വാഴും. അത് തന്നെയാണ് നമ്മുടെ പ്രശ്നവും. നമ്മളെപ്പോൾ ഒറ്റയ്ക്കിങ്ങനെ ഇരുന്ന് അയാളെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അവർ ചിലപ്പോൾ അവിടെ ഹാപ്പി ആയിരിക്കാം, നമ്മളവരെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കും. സോ അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാം. 7ാമത്തെ ഇമ്പോർട്ടൻ്റ് പോയിന്റാണ് സ്വയം കുറ്റപ്പെടുത്തുക, സെൽഫ് ഗിൽറ്റ്. നമ്മളെപ്പോഴും നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും. അത് ആദ്യം നിർത്തണം. അതായത് അന്ന് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആ ബന്ധം തകരില്ലായിരുന്നു എന്ന കുറ്റബോധം നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ ഒരിക്കലും മറക്കില്ല. ആ തെറ്റ് തിരുത്താൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ അവരെ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരിക്കുന്നത്.
സോ അങ്ങനത്തെ സെൽഫ് ഗിൽറ്റ് മാക്സിമം ഇല്ലാതാക്കാൻ ശ്രമിക്കുക. എട്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ് ഐഡൻറ്റിറ്റി ലോസ്. അവർ നിങ്ങളുടെ ലോകമായിരുന്നു. അതായത് നമ്മളെല്ലാം മറന്ന് അവരെ സ്നേഹിക്കുക. ചില ബന്ധങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ മറന്ന് അവരെ സ്നേഹിക്കാറുണ്ട്. അങ്ങനെയാകുമ്പോൾ ആ വ്യക്തി പോകുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി കൂടിയാണ് അവരുടെ ഒപ്പം പോകുന്നത്. ആ വ്യക്തിയെ നഷ്ടപ്പെടുന്നതിലൂടെ നമുക്ക് നമ്മുടെ സ്വന്തം ഐഡൻറ്റിറ്റി കൂടി നഷ്ടപ്പെടുന്നത്. പിന്നെ നമ്മളൊന്നുമല്ല, നമ്മൾ ശൂന്യമാണ് എന്നൊരു തോന്നലാണ്. ആ നഷ്ടബോധമാണ് അവരെ മറക്കാൻ കഴിയാത്തതിന് പിന്നെ വലിയൊരു കാരണം. 9ാമത്തെ പോയിൻ്റാണ് ശീലമായി മാറിയ ഓർമ്മകൾ. ഒരാളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരു ലഹരി പോലെയാണ്. നമ്മളെപ്പോഴും വെറുതെ ഇരിക്കുന്ന സമയത്ത് അവരെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഒരുപാട് കാലം ഒരാളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു ശീലമായി മാറും. ആ ശീലം മാറ്റാൻ തലച്ചോറിന് കുറേ ടൈം തന്നെ വേണ്ടി വരും. സോ അങ്ങനത്തെ ഒരാളെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചിരിക്കാതിരിക്കുക. നമ്മൾ നമുക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്, അല്ലാതെ പോയവർ പോയി. 10ാമത്തെ പോയിൻ്റാണ് ഡീപ്പ് ഇമോഷണൽ ബോണ്ട്. അതായത് ചില ഓർമ്മകൾ മായാത്തത് അത് അത്രമേൽ ആഴത്തിലുള്ള സ്നേഹമായതുകൊണ്ടാണ്. സമയം കടന്നു പോകുമ്പോൾ വേദന കുറഞ്ഞേക്കാം, പക്ഷേ ആ വ്യക്തിയുടെ സ്ഥാനം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും. അതൊരു സ്വാഭാവികമായ കാര്യമാണ്. അതൊരു യഥാർത്ഥ സ്നേഹമായതുകൊണ്ടാണ് നമുക്കത് മറക്കാൻ ഭയങ്കര ടൈം എടുക്കുന്നത്. ആ മനുഷ്യനെ നമ്മൾ എത്ര ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമ്മളവരെ ആലോചിച്ചുകൊണ്ടിരിക്കും. എത്ര പേര് വന്നാലും ആ വ്യക്തിയുടെ സ്ഥാനം എപ്പോഴും ഒരു പ്രീഷ്യസ് ആയിട്ട് അവിടെ ഉണ്ടാവും. ഇതൊക്കെയാണ് ഇന്നത്തെ 10 മനഃശാസ്ത്രപരമായ വസ്തുതകൾ. അടുത്തത് എങ്ങനെ മറികടക്കാം? ഇതിനൊരു പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പുതിയ ലക്ഷ്യങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഹോബികൾ കണ്ടെത്തുക. സോഷ്യൽ മീഡിയ ഡിസ്റ്റൻസ്. കുറച്ചു കാലത്തേക്കെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് വേറിട്ട് നിൽക്കുക. അവരെ ഫോളോ ചെയ്യുന്നത് മാക്സിമം നിർത്തുക. സ്വയം സ്നേഹിക്കുക. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. നിങ്ങളെ വേദനിപ്പിക്കുന്ന ഓർമ്മകളേക്കാൾ നിങ്ങളുടെ മനസ്സമാധാനത്തിന് വില നൽകുക. സമയം എല്ലാ മുറിവുകളെയും ഉണക്കുമെന്ന് വിശ്വസിക്കുക.